പെട്ടെന്നെന്തോ ഓർത്ത പോലെ വെങ്കടി തൻ്റെ കാവ്യയെ കത്തുന്ന കണ്ണുകളോടെ നോക്കി. വെറുമൊരു ചുരിദാറും ധരിച്ച് കയ്യിൽ ഒരു പേഴ്സ് പോലും എടുക്കാതെ ഓടിപ്പിടിച്ചു വന്ന കാവ്യയെ ഉറക്കെ ശകാരിക്കാനാണ് അവന് തോന്നിയത്. മഴയത്താണെങ്കിൽ അവളുടെ ശരീരം മുഴുവനും നനഞ്ഞിട്ടുമുണ്ട്. അതിന് നീ ഇപ്പോൾ ഒളിച്ചോടി കല്യാണം കഴിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അത് ശരി, അപ്പോൾ എന്നെ മനസ്സിൽ കൊണ്ടു നടന്ന് വേറെ ആരെങ്കിലും വിവാഹം കഴിച്ച് ജീവിക്കാനെന്ന് നിങ്ങൾക്ക് കഴിയുമോ? അവളും അതേ ദേഷ്യത്തോടെ അവനോട് തിരിച്ചു ചോദിച്ചു. എന്താണ് ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചുകൊണ്ട് മാധവൻ നായർ ഹാളിലേക്ക് കടന്നു വന്നു. മാധവൻ നായർ ആ പെൺകുട്ടിയെ ഒന്ന് അടിമുടി നോക്കി. തൻ്റെ അച്ഛനെ കണ്ടതും വെങ്കടി നെറ്റിത്തടം കൈകൊണ്ട് തിരുമ്മി. ആരുടെ ഈ പെൺകുട്ടി? മാധവൻ നായർ കാവ്യയൊന്ന് വിലയിരുത്തി. ഇവളാണ് കാവ്യ, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? എത്ര വട്ടം പറഞ്ഞാലും നിനക്ക് വിവരം വെക്കില്ല വെങ്കടി. ഒരു സാധാരണ പരസ്യ ഏജൻസി നടത്തുന്നവളുടെ മകളെ എൻ്റെ വീട്ടിൽ മരുമകളായി സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. അതിന് ഞാൻ തയ്യാറുമല്ല. നിനക്ക് വേണമെങ്കിൽ ഇവളെ നിന്റെ ഒരു നല്ല സുഹൃത്തായി കൂടെ കൂട്ടാം. പക്ഷേ ഇവളുമായുള്ള വിവാഹം, അത് നിന്റെ സ്വപ്നങ്ങളിൽ പോലും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് നന്നായി കേട്ടോ. ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന മരുമക്കൾക്ക് അതിനൊത്ത പദവിയും അന്തസ്സും ഉണ്ടായിരിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന പെട്ടി അയാൾ ബോഡി ഗാർഡിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. കാരണം അത്രയും റിച്ചായിരുന്നു വെങ്കിടിയുടെ കുടുംബം തന്നെ. ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാർ അവർ തന്നെയായിരുന്നു. അവൻ കാവ്യയുടെ മുഖത്തേക്ക് നോക്കി തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. അവളുടെ മിഴികൾ അപ്പോഴും നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവൾ ഇത്തരമൊരു അപമാനം നേരിടേണ്ടി വരുമെന്ന് കരുതിയാണ് അവൻ ഇത്രയും കാലം പ്രയാസപ്പെട്ടത് തന്നെ. ഇനിയും 2 മാസം കൂടി കാത്തിരുന്നെങ്കിൽ കമ്പനിയിൽ നിന്ന് തനിക്ക് കിട്ടേണ്ടിയിരുന്ന ഷെയറുകൾ സ്വന്തം പേരിലേക്ക് മാറ്റിയെടുക്കാമായിരുന്നു. അതിനുശേഷം ധൈര്യപൂർവ്വം അച്ഛനെ എതിർത്ത് ഇവളെ വിവാഹം കഴിക്കാമായിരുന്നു അവൻ ചിന്തിച്ചു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. കാവ്യയുടെ പലതവണ അവൻ പറഞ്ഞതാണ്. പക്ഷെ അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അവളും കൂട്ടാക്കിയില്ല. വെങ്കടി കരിനീൽ വീണ മുഖത്തോടെ തൻ്റെ അച്ഛനെ തന്നെ നോക്കി നിന്നു. കഴിഞ്ഞ 4 മാസമായി ഈ ഒരു സമ്മതത്തിനായി അവൻ പോരാടുകയായിരുന്നു. സാധ്യമില്ല എന്ന് കട്ടായം പറയുന്ന ആ മനസ്സിനെ മാറ്റിയെടുക്കാൻ അവൻ കുറച്ചൊന്നുമല്ല സമയം തേടിയത്. തൻ്റെ പ്രണയത്തിൻ്റെ ആഴം വാക്കുകളാൽ അവൻ എത്രയോ തവണ വിവരിച്ചു കഴിഞ്ഞു. അവൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ഒരു കരിങ്കല്ല് പോലും അലിഞ്ഞു പോയേനെ. പക്ഷെ മാധവൻ നായരുടെ മനസ്സ് അല്പം പോലും അലിഞ്ഞില്ല. അച്ഛൻ ഇനിയും വാദം തരില്ലെന്ന് ഉറപ്പായപ്പോൾ പ്രിയപ്പെട്ടവളെ കൂടെ കൂട്ടാൻ അവനും തീരുമാനിച്ചു. അച്ഛാ, ഒരു നിമിഷം. വെങ്കടിയുടെ അവളിൽ മാധവൻ നായർ നിന്നു. വെങ്കടി നേരെ പൂജാമുറിയിലേക്ക് നടന്നു. അവിടെ ദേവിയമ്മയുടെ വിഗ്രഹത്തിന് മുന്നിൽ വെച്ചിരുന്ന താലി അവൻ കയ്യിലേക്കെടുത്തു. കാവ്യ, എന്നെ ഒന്ന് നോക്കുന്നേ. ഒരു നിമിഷം കൊണ്ട് ആ താലി അവളുടെ കഴുത്തിൽ ചാർത്തി കഴിഞ്ഞിരുന്നു അവൻ. വെങ്കടി, നീ എന്താടേ ചെയ്തത്? മാധവൻ നായർ അലറി. പക്ഷെ അവൻ തിരിഞ്ഞു നോക്കിയില്ല. ഇത് താലി തന്നെയാണ്. അവൻ കുങ്കുമച്ചപ്പിൽ നിന്ന് കുങ്കുമമെടുത്ത് കാവ്യയുടെ നെറ്റിയിൽ ചാർത്തി. ഇത് തന്നെയല്ലേ നിങ്ങൾ ചോദിച്ചത്, വിവാഹം? ദാ ഇപ്പോൾ ആ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. മതിയോ നിങ്ങൾക്ക്? കാവ്യ തൻ്റെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ തുടർന്നു. ഇവളിപ്പോൾ ഞാൻ പ്രണയിക്കുന്നവളല്ല. ഇപ്പോൾ ഇവൾ എൻ്റെ ഭാര്യയാണ്. ഇവൾക്ക് കിട്ടേണ്ട ബഹുമാനവും സ്ഥാനവും ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. അവൻ അമ്മയുടെ നേർക്ക് തിരിഞ്ഞു. അമ്മേ, ഇവളാണ് എൻ്റെ ഭാര്യ കാവ്യ. അഡ്വർടൈസ്മെൻറ്റ് മാനേജ്മെൻറ്റ് MBA കഴിഞ്ഞിട്ടുണ്ട്. പാചകം ചെയ്യാനൊന്നും ഇവൾക്കറിയില്ല. കാവ്യയെ നോക്കി അവൻ ചോദിച്ചു. പാചകം നീ പഠിച്ചിട്ടുണ്ടോടി? അവൾ ഇല്ല എന്ന മറുപടി തലയാട്ടി. പാചകം അറിയില്ല, പക്ഷെ നന്നായി ഭക്ഷണം കഴിക്കും. സംസാരിക്കാൻ തുടങ്ങിയാൽ നിർത്തില്ല ഇവൾ. നിങ്ങൾ ഇവൾക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകണം. നൽകില്ലെങ്കിൽ ഇവൾ അത് തിരിച്ചും തരില്ല. അവൻ ഹിരണ്യെ നോക്കി. ശാരദാമ്മേ, ഇവൾക്ക് നമ്മുടെ മുറി കാണിച്ചു കൊടുക്കൂ. എന്തെങ്കിലും കഴിക്കാനും കൊടുക്കണം. സമയമായി ഹിരണ്യ, നമുക്ക് ഓഫീസിലേക്ക് ഇറങ്ങാം. കഴിഞ്ഞു സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഹിരണ്യ പാകമെടുത്ത് ഓടി വന്നു. അവൻ്റെ കൈകളിൽ പുരണ്ട സിന്ദൂരം കണ്ട് വെങ്കടി കാവ്യയുടെ ദുപ്പട്ട വലിച്ചെടുത്ത് കൈകൾ തുടച്ചു. ശേഷം അത് അവളുടെ മേലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അവൻ പുറത്തേക്ക് നടന്നു. ദുപ്പട്ട പതുക്കെ അവളുടെ മേലേക്ക് വീണു. താഴേക്ക് നഴുതിയിറങ്ങുമ്പോൾ കണ്ണീരോടെ നിൽക്കുന്ന കാവ്യ അവൻ പോയ വഴിയിലേക്ക് തന്നെ നോക്കി നിന്നു. ഒരു നിമിഷം വെങ്കടി ഒന്ന് നിന്ന് ദേഷ്യം കൊണ്ട് വിറച്ചു നിന്നെന്ന മാധവൻ നായർ അവനെ ഒന്ന് നോക്കി. എന്നിട്ട് അച്ഛനോടായി വെങ്കടി പറഞ്ഞു. അവൾ എൻ്റെ ഭാര്യയാണ്. നിങ്ങളുടെ കാരണം കൊണ്ട് അവളുടെ മേൽ ഒരു നിഴൽ പോലും വീഴാൻ പാടില്ല. ബിസിനസ്സും സ്വത്തും കണക്ക് കൂട്ടുന്ന നിങ്ങളുടെ രീതികൾ ഇവിടെ കാണിക്കേണ്ട. കാവ്യക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഞാൻ തന്നെയായിരിക്കും.
ഞാൻ വരുന്നതുവരെ ഇവളെ ഇതുപോലെ തന്നെ എനിക്ക് കാണണം എന്ന ഉറച്ച സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകിയ ശേഷം അവൻ തിരിഞ്ഞു നടന്നു. എന്നാൽ ആ ധൈര്യത്തോടെ സംസാരിച്ച അതേ വെങ്കടി കാറിൽ കയറി രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ഹിരണിയോട് പരിഭവം പറഞ്ഞു. എന്നെ ഇങ്ങനെയൊരു കുഴിയിലേക്കാണ് ഈ പെണ്ണ് തള്ളിയിട്ടത്. 5 മിനിറ്റിൽ കല്യാണവും കഴിഞ്ഞു. എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നീയെങ്കിലും പറയ് ഹിരണി, ഞാൻ ഒരു ആഴ്ച സമയം ചോദിച്ചതല്ലേ അവളോട്. അവളുടെ വീട്ടുകാർ 2 ദിവസം കൊണ്ട് വേറെ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് കേട്ടപ്പോൾ അവൾക്ക് എന്നിൽ ഒട്ടും വിശ്വാസമില്ലെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ഇറങ്ങി വന്നല്ലോ അവൾ. ഹിരണി അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ഇനി അച്ഛൻ കാണുന്നിടത്തെല്ലാം എന്നെ നോക്കി കണ്ണുരുട്ടും. അമ്മാവൻ്റെ മകളെ എനിക്ക് കല്യാണം കഴിപ്പിച്ച് അവളുടെ സ്വത്തിൻ്റെ ഒരു പങ്ക് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു അച്ഛൻ്റെ കണക്ക്. ഇപ്പോൾ അതെല്ലാം പൊളിഞ്ഞല്ലോ. അവൻ്റെ വിഷമം കണ്ട് ഹിരണിക്ക് സഹതാപം തോന്നി. വീട് വെങ്കിടേട്ട, നടന്നതല്ല നല്ലതിനാണെന്ന് കരുതാം. ദേഷ്യത്തിലും ഭാഷയിലും ഞാൻ കാവ്യയുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഇനി എന്തൊക്കെ നടക്കും സംഭവിക്കുക എന്ന് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഹിരണിക്ക് ചിരിയും പാവം ഒരുമിച്ച് തോന്നി. അതേസമയം മാധവൻ പുതിയ മരുമകളെ ഒന്ന് നോക്കി നിന്ന് മനസ്സിൽ സ്വന്തം മകനെ 100 വട്ടം അയാൾ ശപിക്കുകയായിരുന്നു. ഈ കല്യാണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഞാനും കാണട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് നടന്നു. വീട്ടിൽ കയറിയ ആദ്യ ദിവസം തന്നെ അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടാക്കാൻ ഇവൾ കാരണമായല്ലോ. വെങ്കടി തൻ്റെ ഇളയ സഹോദരി ദേവിക പരസ്യമായി തന്നെ പറഞ്ഞു. അരികിൽ നിന്നിരുന്ന യാമി വേഗം കാവ്യയുടെ അടുത്തേക്ക് ചെന്നു നിലത്തേക്ക് വീണ് കിടന്ന ഷാൾ എടുത്ത് അവളുടെ തോളിൽ ഇട്ടുകൊടുത്തു. ചേട്ടൻ ദേഷ്യത്തിലായിരുന്നു, അതൊന്നും മനസ്സിൽ വെക്കരുതേ, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. പിന്നെ സ്വന്തം ഷാളിൻ്റെ അറ്റം കൊണ്ട് കാവ്യയുടെ മുഖത്ത് പടർന്ന കുങ്കുമം തുടച്ചു കൊടുത്തു. എടുത്തി ഡ്രസ്സ് മാറ്റിക്കോളൂ. ഭ്രാന്തനെ പോലെ മുഖം മുഴുവൻ കുങ്കുമം വാരി വിതറിയിട്ടുണ്ട്. അവൾ പതുക്കെ പെറുപിറുത്തു. അപ്പോഴേക്കും രൂപശ്രീയും സാന്ദ്രയും അവിടേക്ക് വന്നു. ഏട്ടത്തി പോയി നനഞ്ഞ തുണികളൊക്കെ മാറ്റി എൻ്റെ ഡ്രസ്സ് തരാം. അതും പറഞ്ഞവർ കാവ്യയെ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ വെങ്കടി കല്യാണം കഴിച്ചു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 100 കണക്കിന് ആളുകളെ വിളിച്ച് ആഘോഷിക്കേണ്ട കല്യാണമായിരുന്നു. എല്ലാം 5 മിനിറ്റിൽ തീർത്തല്ലോ, സാന്ദ്ര അത്ഭുതത്തോടെ പറഞ്ഞു. ഒരു അനുഗ്രഹം പോലും അവൻ വാങ്ങിയില്ല, ദേവിക അമ്മയുടെ ചെവിയിൽ പറഞ്ഞു. കാവ്യ പതുക്കെ തൻ്റെ അമ്മായിയമ്മ ലളിതയുടെ മുന്നിൽ ചെന്നു കുനിഞ്ഞ് അവരുടെ കാലിൽ തൊട്ടു വണങ്ങി. നന്നായി ജീവിക്കണം മോളെ, ലളിത അവളുടെ തോളിൽ തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്തു നിന്നിരുന്ന ചെറിയമ്മ സരസ്വതിയുടെ അനുഗ്രഹം അവൾ വാങ്ങി. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, യാമിനി പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാൽ കാവ്യയ്ക്ക് തിരിച്ചൊരു പുഞ്ചിരി പോലും നൽകാൻ കഴിഞ്ഞില്ല. ശരിക്കും ഗൗരവക്കാരി തന്നെ. ദേവിക മുഖം ചുളിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു. കാവ്യയെ കൂട്ടിക്കൊണ്ടുപോയാൽ സാന്ദ്രയുടെ ഒരു ചുവപ്പ് ചുരിദാർ അവൾക്ക് കൊടുത്തു. അവളത് മാറ്റുന്നത് ഹാളിലേക്ക് വന്നു. എല്ലാവരും അവളെ തന്നെ ഉറ്റുനോക്കി. അത്രക്ക് ഭംഗിയുണ്ടായിരുന്നു അവൾ ആ ചുരിദാറിൽ കാണാൻ. ആ ജ്യേഷ്ഠത്തി, ഭക്ഷണം കഴിക്കാം, യാമിനി സ്നേഹത്തോടെ ക്ഷണിച്ചു. വേണ്ടെന്ന് കാവ്യ തലകുലുക്കി. പക്ഷെ യാമിനി 2-3 തവണ നിർബന്ധിച്ചപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുപോയി വെങ്കടിയുടെ മുറിയിൽ കൊണ്ടുപോയി. അന്ന് വൈകുന്നേരം വരെ ഹിരണ്യയുടെ അരികിലിരുന്ന് വെങ്കടി തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കുകയായിരുന്നു. കഴിഞ്ഞതു കഴിഞ്ഞു, ഇനി അത് വിട്ടേക്ക്. ഒടുവിൽ സഹിക്കട്ട് ഹിരണി പറഞ്ഞു. എനിക്ക് എങ്ങനെ വിടാൻ പറ്റും? കാവ്യയെ നിനക്ക് ശരിക്കും അറിയില്ല. അവളുടെ വായടിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അച്ഛനും അവളും തമ്മിൽ ഇനി എത്ര വലിയ യുദ്ധങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. അവനൊന്ന് ദീർഘശ്വാസം വിട്ടു. അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആരെങ്കിലും ചെയ്താൽ അത് ആരായാലും അവൾ നോക്കില്ല. മുന്നിലുള്ള ആളുടെ സാഹചര്യം മനസ്സിലാക്കാൻ പോലും ശ്രമിക്കില്ല അവൾ. ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതിൽ നിന്ന് പിന്നോട്ടും പോകില്ല. സൂര്യൻ പടിഞ്ഞാറുദിച്ചാലും അവളുടെ തീരുമാനം അപ്പോഴും മാറില്ല. അവൻ മേശപ്പുറത്ത് കൈകൾ കുത്തിയിരുന്നു. അവൻ്റെ വാക്കുകൾ കേട്ട് ഹിരണിക്കൽപ്പം ഭയവും സഹതാപവും തോന്നി. എന്നാൽ ആ വാശിക്കാരി കാവ്യ തൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു നാൾ വലിയൊരു കൊടുങ്കാറ്റായി മാറുമെന്ന് അറിയാതെയാണ് ഹിരണി അവിടെ നിന്നും നടന്നു പോയത്.